Hi everyone, this is ANJ from Markenex. So കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മോസ്റ്റ് ഡിമാൻഡിങ് ബ്രാഞ്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന എഞ്ചിനീയറിംഗിലെ ഒരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ്. സോ കമ്പ്യൂട്ടർ സയൻസും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല സ്ട്രീമുകളിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് റാങ്കുള്ള കുട്ടിക്കാണ് അവസാനമായിട്ട് ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ കാറ്റഗറി വൈസ് അഡ്മിഷൻ ലഭിച്ചതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. സോ ടൈം കളയുന്നില്ല, വളരെ പെട്ടെന്ന് നോക്കാം. ആദ്യം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഗവൺമെന്റ് മേഖലയിലെ നമുക്ക് നോക്കാം. ഓരോ കാറ്റഗറി. ഫസ്റ്റ് ഇവിടെ ഓപ്പൺ കാറ്റഗറിയാണ്. SM ഓപ്പൺ കാറ്റഗറി, ജനറൽ കാറ്റഗറിയാണ്, യാതൊരു റിസർവേഷനും ഇല്ലാത്ത കാറ്റഗറിയാണ്. അവരുടെ ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3999 വരെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ്. ആൻഡ് ട്രിവാൻഡ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 482 ആണ് തിരുവനന്തപുരത്തെ ക്ലോസിംഗ് റാങ്ക്. ആൻഡ് TKM കൊല്ലം 1804 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ 933 ജനറൽ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ അവസാനമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നത് ക്ലോസിംഗ് റാങ്ക് ആണ്. അടുത്തത് ഈഴവ കാറ്റഗറിയാണ്. ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 13,930 ഇടുക്കിയിലാണ് ആ ഒരു ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ആൻഡ് ട്രിവാൻഡ്രം എടുക്കുകയാണെങ്കിൽ 1099 ആണ് ക്ലോസിംഗ് റാങ്ക്. കൊല്ലം TKM കൊല്ലം എടുക്കുകയാണെങ്കിൽ 2432, തൃശ്ശൂർ 1501 ക്ലോസിംഗ് റാങ്ക്. അടുത്തത് മുസ്ലിം കാറ്റഗറിയാണ്. 9836, ക്ലോസ് ടു 10,000, ഒരു 10,000 അടുപ്പിച്ചാണ് അവരുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അഗെയിൻ ഇടുക്കിയിൽ തന്നെയാണ്. ആൻഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എടുക്കുകയാണെങ്കിൽ 775 റാങ്കിന് മാത്രമാണ് അവിടെ കിട്ടിയത്. TKM കൊല്ലം 2042, തൃശ്ശൂർ 1205, ആൻഡ് പാലക്കാട് നോക്കുകയാണെങ്കിൽ 5910. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് 5268 ആൻഡ് 2685 മാർ അത്ലീഷ്യസിൽ കിട്ടിയത്. ആൻഡ് ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT പാമ്പാടിയാണ്. RITയിൽ കിട്ടിയത് 4273 റാങ്കിനാണ്. ഇതാണ് ക്ലോസിംഗ് റാങ്കുകൾ വരുന്നത്. ഓക്കെ, LA കാറ്റഗറി നോക്കുകയാണ്. LAയുടെ ക്ലോസിംഗ് റാങ്ക് 39,459. ഏകദേശം 40,000 റാങ്കിനോട് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഇടുക്കിയിലാണ് കുട്ടിക്ക് കിട്ടിയത്. ഗവൺമെന്റ് സീറ്റ് ആണെന്ന് ഓർക്കണം. അതേപോലെ ട്രിവാൻഡ്രത്തിന്റെ ക്ലോസിംഗ് റാങ്ക് 1031. അപ്പോൾ ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള, നമുക്ക് ടോപ്പ് റാങ്കിങ് കൊടുക്കാൻ പറ്റുന്ന കോളേജാണ്. അവിടെ ശക്തമായ മത്സരം തന്നെയാണ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നടക്കുക. TKMന്റെ ക്ലോസിംഗ് റാങ്ക് 4083 ആൻഡ് തൃശ്ശൂരിനത് 2278. ധീവര കാറ്റഗറിയാണ്. DV 29,509. അഗെയിൻ 30,000 ക്ലോസ് ആയിട്ടാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഏകദേശം 30,000 റാങ്കിന് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 3882 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ ക്ലോസിംഗ് റാങ്ക്. വിശ്വകർമ്മ കാറ്റഗറി 12,047 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഇടുക്കിയിലാണ് അത് വന്നിരിക്കുന്നത്. 1106 മാത്രമാണ് ട്രിവാൻഡ്രത്ത് കിട്ടിയത്. ബാക്ക്വേർഡ് ഹിന്ദു നോക്കുകയാണെങ്കിൽ 14,998 ക്ലോസിംഗ് റാങ്ക്. 793 ട്രിവാൻഡ്രത്ത് കിട്ടിയ കുട്ടിയുടെ റാങ്ക്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 28,678 വരെ കഴിഞ്ഞ തവണ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് സീറ്റ്, അതും കമ്പ്യൂട്ടർ സയൻസിന് ലഭിച്ചിരുന്നു. ആൻഡ് 1927 ട്രിവാൻഡ്രത്തിന്റെ ക്ലോസിംഗ് റാങ്ക്. KN കാറ്റഗറി 26,829 കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 1288 ട്രിവാൻഡ്രത്തിന്റെ ക്ലോസിംഗ് റാങ്ക്. ആൻഡ് KU കുടുംബി കാറ്റഗറിയാണ്. 38,999, അതായത് 40,000 റാങ്ക് വരെ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. 1479 മാത്രമാണ് ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിക്കുന്നത്. ആൻഡ് 8803 TKMൽ, 2603 തൃശ്ശൂരും അഡ്മിഷൻ ലഭിച്ചു. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 7,863 ട്രിവാൻഡ്രത്തിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നത്. ആൻഡ് SC കാറ്റഗറിയുടെ തന്നെ 37,154 ഇടുക്കിയിൽ ലഭിച്ചു. അതേപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടുണ്ട്. വയനാട് നമ്മൾ 45,696 SCക്ക് വയനാട് കിട്ടിയിരുന്നു. അതേപോലെ KU കാറ്റഗറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 41,195 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലോസിംഗ് അതാണ് കേട്ടോ. അതേപോലെ ഇവരുടെ ക്ലോസിംഗ് റാങ്ക്, DVയുടെ ക്ലോസിംഗ് റാങ്ക് 32,300
361 അതും വയനാടാണ് അഡ്മിഷൻ ലഭിച്ചത്. യെസ്, നമ്മൾ അവിടെ വയനാട് വിട്ടുപോയി. യെസ്, ആൻഡ് ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 56,708 ക്ലോസിംഗ് റാങ്ക്. വയനാടാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ആൻഡ് STയുടെ തന്നെ ഇടുക്കിയിലെ നോക്കുകയാണെങ്കിൽ 50,438 ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിൽ 19,969 ട്രിവാൻഡ്രത്ത് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. കൊല്ലം TKMല് 66,768 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. സോ ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 67,143 വരെ STയിൽ കിട്ടിയിട്ടുണ്ട്. വിച്ച് മീൻസ് പാലക്കാട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ് ഫൈനൽ ആയിട്ടുള്ളത് വന്നിരിക്കുന്നത്. ഓക്കെ, EW എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. ജനറൽ കാറ്റഗറിയിൽ മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് EW കാറ്റഗറിയിൽ വരുന്നത്. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് 20,740 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇടുക്കിയിൽ 22,445. ട്രിവാൻഡ്രത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 1,799 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഇതാണ് പ്യുവർലി ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകൾ. ബാക്കി ഗവൺമെന്റ് അണ്ടറിലുള്ള ബാക്കി കോളേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 18,000, 40,000, 28,000 ആ ഒരു റേഞ്ചിലേക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സോ സീറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. പക്ഷെ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട്. ഓക്കെ, എല്ലാം ശ്രദ്ധിച്ച് അവിടുത്തെ ജോലി സാധ്യതകളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് കോളേജിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. കാരണം അത്രയധികം സീറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പ്യുവർലി സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ 50,000, 60,000 ഒക്കെ റേഞ്ചിൽ, അതായത് എനിക്ക് ഒന്ന് ക്വാളിഫൈ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കിട്ടുന്ന അത്രയും അധികം സീറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറുകളിലൊക്കെ. സോ വളരെ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ സീറ്റ് ഓപ്റ്റ് ചെയ്യുക. യെസ്, ആൻഡ് നിങ്ങൾ അവിടെ അലോട്ട്മെന്റിന്റെ പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകളാണ്. ഇവിടെയൊക്കെ ക്ലോസിംഗ് റാങ്ക് 66,000, 67,000, 55,000, 68,000 ഒക്കെയാണ് വന്നിരിക്കുന്നത്. സോ 68,000 അടുപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടേത് ഏകദേശം 68,000 അടുപ്പിച്ച് ജനറൽ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെയും ആദ്യം ജനറൽ കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈഴവയാണോ, നിങ്ങൾ മുസ്ലിം ആണോ, നിങ്ങൾ EWയിൽ പെടുവോ എന്നൊക്കെ നിങ്ങൾക്ക് റിസർവേഷൻസ് വരിക അത് കഴിഞ്ഞതിന് ശേഷമാണ്. സോ ആദ്യം ജനറൽ കാറ്റഗറിയിൽ നിങ്ങളെ കൺസിഡർ ചെയ്യും. അവിടെ തന്നെ 67,000 ഒക്കെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സോ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ടാസ്ക് എന്ന് ഞാൻ പറയും. ഒരിക്കലും എൻട്രൻസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. എന്നാൽ ക്ലിയർ ചെയ്ത ഒരു മാർക്കിൽ എത്തിയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. ബട്ട് അത് എവിടെയാണ്, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ജോബിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോഴ്സ് ഓപ്റ്റ് ചെയ്യുക. യെസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന AI കോഴ്സാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. സോ ഗവൺമെന്റ് സെക്ടറിൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണുള്ളത്. അവിടെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 2,688. ഈഴവ 3,330, മുസ്ലിം 3,189, LA 4,734, DV 15,047, വിശ്വകർമ്മ 6,065, ബാക്ക്വേർഡ് ഹിന്ദു 3,533, SC 21,598. സോ വളരെ ഡിമാൻഡിങ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബാക്കിയുള്ളതെല്ലാം സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന കോളേജുകളാണ്. അവിടുത്തെയൊക്കെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 50,000 വരെയുള്ള കുട്ടികൾക്കും 66,398, 58,837 ഒക്കെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സോ ഗവൺമെന്റ് സെക്ടറിലേക്ക് വരുമ്പോൾ ടൈറ്റ് ആവുന്നുണ്ട് കോമ്പറ്റീഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. നിരവധി കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കോഴ്സുകളും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പരിശോധിക്കണം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ്. ഇവിടെ പ്യുവറായിട്ട് ഗവൺമെന്റ് സീറ്റുകളില്ല, പ്യുവർ ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന സീറ്റുകളില്ല. ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമാണുള്ളത്. ഓപ്പൺ കാറ്റഗറിക്ക് സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിലെ ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു 67,028 വരെ കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഓപ്പൺ കാറ്റഗറി അല്ലേ, ബാക്കി കാറ്റഗറിയിൽ നിന്ന് കരുതരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെയും ആദ്യം കൺസിഡർ ചെയ്യുക ഓപ്പൺ കാറ്റഗറിയിലാണ്, ജനറൽ കാറ്റഗറിയിലാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടോ എന്ന് നോക്കുക. യെസ്, ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തത്
അപ്പോൾ ഇത്രയധികം കോഴ്സുകൾ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, സൈബർ സെക്യൂരിറ്റി കൂടിയുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി ആണ്. സോ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20,000 റാങ്ക് ഉള്ളവർക്ക് അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയത്തിന് ക്ലോസിംഗ് റാങ്ക് ഓപ്പൺ കാറ്റഗറിയുടേത് 20,000 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ക്ലോസിംഗ് റാങ്ക് ഡിഫറെൻ്റ് ആണ്. അതിൽ 65,000 ക്ലോസിംഗ് റാങ്ക് വരുന്നതുണ്ട്, 66,000 എല്ലാ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണ്, 44,000, 64,000, 48,000, 50,000, 63,000 ഇങ്ങനെ പല റേഞ്ചിലുള്ള കോളേജുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ കോളേജുകളുടെയും ക്ലോസിംഗ് റാങ്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എനിവേ, ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് ചെക്ക് ചെയ്തത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എല്ലാ സ്ട്രീമുകളുടെയും ലാസ്റ്റ് റാങ്ക് സാധ്യതകൾ പരിശോധിക്കും. ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരും. സോ മക്കളെ, സ്റ്റേ കണ്ടിന്യൂ വിത്ത് us. ബൈ.